ജനാധിപത്യ ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി രൂപം കൊണ്ടതിൻ്റെ ദിനമാണ് ഇന്ന്. ഈ ദിവസത്തിൽ രാജ്യത്തിൻ്റെ പൗരസമൂഹത്തിന് പൗരാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും കാവൽ നിൽക്കുന്നത്, ഗ്യാരണ്ടിയായി നിൽക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് എന്ന് കൃത്യമായി പൊതുസമൂഹത്തോട് സംവദിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഇത്തരം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോക്താവായ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നുകൊണ്ട് തൻ്റെ പ്രഭാഷണത്തിൽ 18 പ്രാവശ്യമാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തിൻ്റെ ജനതയ്ക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനാ മൂല്യങ്ങളനുസരിച്ച് പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനുള്ളത് എന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ രാജ്യം, ഞാൻ ആവർത്തിച്ച് പറയുന്ന, ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യ രാജ്യം എന്ന റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ചും ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചും ആ ഭരണഘടനയ്ക്ക് പകരം മറ്റ് പലതും കടന്നു വരുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചും പൗരസമൂഹത്തിന് കൃത്യമായി ധാരണയുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ നിയമപുസ്തകങ്ങൾ ആപേക്ഷിക പൂർണ്ണമായൊരു നിയമപുസ്തകമാണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതനിരപേക്ഷതയ്ക്കും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും അഥവാ രാജ്യത്തിന്റെ പൊതുസമൂഹം കാത്തുസൂക്ഷിക്കേണ്ട മൂല്യബോധത്തിന് മുഴുവനും പരിരക്ഷയും പ്രേരണയുമായി വർത്തിക്കുന്ന മഹിതമായ ഗ്രന്ഥമാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടന എന്ന ബോധ്യം നമുക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് ഒരു സമൂഹത്തെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ആ ഭരണഘടനയാണ് നമ്മെ നാമാക്കി മാറ്റി. ആ പശ്ചാത്തലത്തെക്കുറിച്ച് കൃത്യമായി ബോധമുള്ളവർക്ക് മാത്രമാണ് രാഷ്ട്രത്തിന്റെ ഭരണഘടനയുടെ മൂല്യവും അതിന്റെ മഹത്വവും ബോധ്യം വരിക എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഭരണഘടന നമുക്ക് നേടിത്തന്നിട്ടുള്ളത്? നമുക്കറിയാം, ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ 421 വർഷം ആരാധന നടത്തിയിരുന്ന ബാബരി മസ്ജിദ് തകർത്തിടത്ത് കോടതി ഇടനിലക്കാരായി നിന്നുകൊണ്ട് കിട്ടിയ സ്ഥലത്ത് നിർമ്മിച്ച നിർമ്മാണത്തെക്കുറിച്ച് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ചില ആളുകൾ പോലും 500 വർഷത്തിന് ശേഷം ആത്മാഭിമാനം വീണ്ടെടുത്തുവെന്ന് പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവർ അറിയേണ്ടത്, നമ്മുടെ പൂർവികർ അപമാനിക്കപ്പെട്ടത് എവിടെയായിരുന്നു നമുക്ക് ഓർമ്മ വേണം. തെരുവിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ പൂർവികർക്ക് സ്വാതന്ത്ര്യമുണ്ടായിട്ടില്ല. നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും മാറുമറയ്ക്കാൻ അവസരമുണ്ടായിട്ടില്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് രാജ്യത്ത് നടന്ന ഒരുപാട് സമരങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട്. ഇന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെയും സ്വാതന്ത്ര്യ നിഷേധത്തിന്റെയും സമകാലികതയെ നാം ചേർത്ത് ഓർത്തെടുക്കേണ്ടതുണ്ട്. അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം മാനുഷികമായ മൂല്യങ്ങൾക്ക് പരിഗണന നൽകാതെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രാജ്യത്ത് മഹാത്മാ അയ്യങ്കാൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്ന ഒരുപാട് പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് പോരാടിയെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശം വേണം. അത് നിഷേധിച്ചത് വിദേശികളായിരുന്നില്ല. മാറുമറയ്ക്കാൻ അവകാശം നമുക്ക് നിഷേധിച്ചത് ഈ രാജ്യത്തിന്റെ ബ്രാഹ്മണ്യമായിരുന്നു. ഇന്ന് RSS പ്രൊമോട്ട് ചെയ്യുന്ന, സംഘപരിവാർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന മനുസ്മൃതിയുടെ സാമൂഹ്യ വീക്ഷണമായിരുന്നു ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിനും മാറുമറയ്ക്കാൻ പാടില്ല എന്നത്, അവർ വഴിനടക്കാൻ പാടില്ല എന്നത്, അവർ വിജ്ഞാനം തേടാൻ പാടില്ല എന്നത്. അക്ഷരം പഠിച്ച് ഏകലവ്യന്റെ വിരൽ മുറിച്ച ഒരു ചരിത്രമാണ് ഈ രാജ്യത്തിന്റെ പൂർവികർക്ക് പറയാറുള്ളതെങ്കിൽ, മുലക്കരം ഏർപ്പെടുത്തുന്നതിന്റെ പേരിൽ മാറുമുറിച്ചു കൊടുക്കേണ്ടി വന്ന
ബ്രാഹ്മണ്യ ഭരണകൂടത്തിന്റെ മുന്നിൽ അത്തരത്തിൽ സമരം ചെയ്യേണ്ട തീഷ്ണമായ സമരത്തിന്റെ ചരിത്രമാണ് നമ്മുടെ പൂർവികർക്ക് പറയാനുള്ളതെങ്കിൽ അതെല്ലാം ഈ സംഘപരിവാറിന്റെ പൂർവികർ ഈ രാജ്യത്ത് സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയുടെ, അരാജകത്വത്തിന്റെ, നീതി നിഷേധത്തിന്റെ, സാമൂഹ്യ ക്രമത്തിന്റെ ഭാഗമായിരുന്നു. അവരാണ് നമ്മെ അപമാനിച്ചത്, അവരാണ് നമ്മുടെ പൂർവികരെ അപമാനിച്ചത്. വിവാഹം കഴിഞ്ഞ ദിവസത്തിൽ തന്റെ ഇണയോടൊപ്പം കഴിയേണ്ടതിന് പകരം കടന്നു വരുന്ന തമ്പ്രാന് ചൂട്ടുകെട്ടിക്കൊടുത്ത് കടക് തുറന്നു കൊടുത്ത് മറ്റൊരാൾ കടന്നു വരുന്നതിന് കാവൽ നിൽക്കേണ്ട ഗതികേട് ഈ രാജ്യത്തെ നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. ആ ബ്രാഹ്മണ്യമാണ് ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിച്ചത്. അങ്ങനെ അപമാന ഭാരം പേര് കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യനെന്ന പരിഗണന ലഭ്യമാകാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഈ രാജ്യത്തിന്റെ പൂർവികരുണ്ട്. അവർക്ക് ജനാധിപത്യപരമായ പോരാട്ടങ്ങളിലൂടെ മാനുഷികതയുടെ വീണ്ടെടുപ്പിന്, മനുഷ്യത്വത്തിന്റെ വീണ്ടെടുപ്പിന്, മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന്, മനുഷ്യരായി ജീവിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നതിന് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ രാഷ്ട്രശില്പികൾ രൂപം കൊടുത്ത ഒരു മഹിതമായ ഗ്രന്ഥമാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടന. അതുകൊണ്ടാണ് RSS തത്വപരമായി ഭരണഘടനയ്ക്കെതിരെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സംഘപരിവാർ ഭരണങ്ങൾക്ക് സ്വീകാര്യമല്ല ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപകൽപ്പന ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസത്തിൽ RSSന്റെ ബുദ്ധിജീവികൾ, ഓർഗനൈസർ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൂടെ അവർ ലോകത്തോട് പറഞ്ഞത് ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, കാരണം ഇതിൽ മനുസ്മൃതിയിൽ നിന്നും ഒരു തത്വവുമില്ല എന്ന് പറഞ്ഞു. കാരണം മനുസ്മൃതിയുടെ തത്വമാണ് ഈ രാജ്യത്തിന്റെ ബ്രാഹ്മണ്യം ഈ രാജ്യത്ത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, RSSന് വേണ്ടി കുറുവടി എന്തുന്ന, RSSന് വേണ്ടി കലാപമൊരുക്കുന്ന, RSSന്റെ പതാക്ക് കാവൽ നിൽക്കുന്ന, RSSലൂടെ എന്തോ നന്മകൾ വരാനുണ്ട് എന്ന അബദ്ധത്തിന്റെ സ്വപ്നം പേറുന്ന ഈ രാജ്യത്തിന്റെ ഈടാണ ജനവിഭാഗത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവർ ഈ രാജ്യത്ത് നമുക്ക് സമ്മാനിച്ചത് അപമാനത്തിന്റെ ഇന്നലകളായിരുന്നുവെങ്കിൽ അത് വീണ്ടെടുത്ത് നൽകാൻ നമുക്ക് അവസരമൊരുക്കി തന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. അതാണ് മാനുഷിക മൂല്യങ്ങളുടെ ഉദാത്തമായ ഗ്രന്ഥമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. അത് മനുഷ്യത്വത്തെ കുറിച്ചാണ് പറയുന്നത്. സംഘപരിവാർ മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് പറയുന്നത്. ഈ രാജ്യത്തൊരാളും അപമാനിതരാകാൻ പാടില്ല. ഞാൻ അതിന്റെ രൂപം കൊണ്ട പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഭരണഘടന മാറ്റിവെച്ചുകൊണ്ടാണ് സംഘപരിവാർ ഇന്ന് ഭരിക്കുന്നത്. ഞാൻ ഭരണഘടനയെ കുറിച്ച് പറയുന്നതിന് 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യം പാർലമെന്ററി സംവിധാനത്തിന് മേൽക്കോയ്മയുള്ള രാജ്യമല്ല, ഭരണഘടനയ്ക്ക് മേൽക്കൈയുള്ള രാജ്യമാണ് ഇന്ത്യ. മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പാടില്ല എന്ന് ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്ന കോടതി വ്യവഹാരത്തിന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഭരണഘടന പൂർണ്ണമായും അതിന്റെ വ്യാഖ്യാനങ്ങൾക്കപ്പുറത്ത് മൗലികമായ ഒരു ഭേദഗതിയും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഭരണഘടനയാണ് രാജ്യത്തിന്റെ ഭരണഘടന. പാർലമെന്റിന് അതിന് വിധേയമായിക്കൊണ്ട് നിയമങ്ങളെ വ്യാഖ്യാനിക്കാമെന്നതിനപ്പുറത്ത്, പാർലമെന്ററി മേൽക്കോയ്മയ്ക്കപ്പുറത്ത് ഭരണഘടന മേൽക്കോയ്മ നിൽക്കുന്ന വിശ്വാസത്തിന്റെ മേൽക്കോയ്മയല്ല ഇന്ത്യ രാജ്യത്തിൻ്റെത്, അത് ഭരണഘടനയുടെ മേൽക്കോയ്മയാണ്. അങ്ങനെ ഭരണഘടനയ്ക്ക് പ്രഥമ പരിഗണനയുള്ള രാജ്യത്തിന്റെ പരമാധികാര നിയമഗ്രന്ഥമാണ് ഇന്ത്യ രാജ്യത്തിന്റെ മതഗ്രന്ഥമാണ് രാഷ്ട്രത്തിന്റെ ഭരണഘടന. രാജ്യത്തിന്റെ മതഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടനയാണ്. വളരെ കൃത്യമായി രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ, ഞാൻ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നയാളാണ്. ഈ രാജ്യത്തിന്റെ ക്രൈസ്തവർ ബൈബിൾ ഉൾപ്പെടെ വിശ്വസിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഹൈന്ദവർ മതഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് എന്നതുപോലെ രാജ്യത്തിന്റെ പുതിയൊരു മതഗ്രന്ഥമുണ്ട്, രാഷ്ട്രത്തിന്റെ മതഗ്രന്ഥം. രാജ്യത്തിന്റെ മതഗ്രന്ഥം, രാജ്യത്തിന്റെ നിയമപുസ്തകം, രാജ്യത്തിന്റെ മാതൃക കാട്ടേണ്ട അതിന്റെ മാർഗദർശി രാഷ്ട്രത്തിന്റെ ഭരണഘടനയാണ്. അങ്ങനെ ഭരണഘടന അംഗീകരിച്ച് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഈ രാജ്യം മാറിയതിന്റെ ആഘോഷത്തിന്റെ ദിനമാണ് ഇന്ന്. പക്ഷേ എവിടെയും അതിന്റെ ആഘോഷങ്ങൾ കാണുന്നില്ല. കാരണം അതിന് പകരം ചിലരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ചിലര്. അതുകൊണ്ട് പറഞ്ഞത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ? ഇന്നത്തെ ഭരണകൂടം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് രണ്ടും നാം തിരിച്ചറിയണം. ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഇതേതെങ്കിലും ഒരു സാമൂഹിക വിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഇതേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല, ജനാധിപത്യ ഇന്ത്യയുടെ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വീണ്ടും അടുത്ത 16-ാം തീയതി രാജ്യത്ത് വലിയൊരു കർഷക പ്രക്ഷോഭം രൂപം കൊള്ളുകയാണ്. ഭാരത് ബന്ദായി മാറുകയാണ്.
എന്നാൽ രാജ്യത്ത് 780ഓളം വരുന്ന കർഷകർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു കർഷക സമരം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താ അതിന്റെ കാരണം? ആ സമരം ചെയ്യുന്ന കർഷകരൊന്നും ബ്രാഹ്മണ്യത്തിന്റെ ചാതുർവർണ്ണത്തിന്റെ പട്ടികയിൽ വരുന്നവരല്ല. അവരെ മനുഷ്യരായി കാണാൻ ഇന്ത്യ ഭരിക്കുന്ന ബ്രാഹ്മണ്യ സംഘപരിവാരം സാധ്യമല്ല. കാരണം ബ്രാഹ്മണ്യത്തിന്റെ വിശ്വാസമനുസരിച്ച് ആ സമരം ചെയ്ത കർഷകർ അവരിൽപ്പെട്ടവരല്ല. വഴി നടക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെടേണ്ട മനുഷ്യരല്ലാത്തവരാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കണം. അഥവാ ഈ രാജ്യത്തിന്റെ 93% മനുഷ്യരായി കാണാത്ത മനുസ്മൃതിയൻ ഗോൾവാൾക്കർ ചിന്താധാരയാണ് ഇന്ന് രാജ്യത്തെ ഭരിക്കുന്നത്. അവരാണ് ഭരണഘടന മാറ്റിവെക്കുന്നത്. അവരുടെ താല്പര്യത്തിനെതിരാണ് രാജ്യത്തിന്റെ ഭരണഘടന. അവിടെയാണ് ഭരണഘടന പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അപകടവും അവിടെ തന്നെയാണ്. ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിനും സർവ്വവകാശങ്ങളും നിഷേധിച്ച് ന്യൂനപക്ഷം വരുന്നവർക്ക് രാഷ്ട്ര സംവിധാനങ്ങളെ വെട്ടിപ്പിടിച്ചു കൊടുക്കാൻ മത്സരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവും അത്തരം ഒരു ആത്മീയ ധാരയിൽ നിന്നും രൂപം കൊണ്ടതാണ്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. സംഘപരിവാർ മുന്നോട്ട് വരുന്ന രാഷ്ട്രീയം മാത്രമല്ല, മനുസ്മൃതിക്ക് വിധേയമായ ഒരു വിശ്വാസം കൂടിയാണ്. അതുകൊണ്ടാണ് അവർ ഭരണഘടനയെ എതിർക്കുന്നത്. ഈ ഭരണഘടനയെ എതിർത്ത് അവർക്ക് മേൽക്കൈ നേടാൻ ജനാധിപത്യ സംവിധാനം രൂപം കൊണ്ടാൽ അംഗസംഖ്യ കൊണ്ട് സാധ്യമല്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഇരകളാക്കപ്പെട്ട ജനവിഭാഗം അഥവാ ഈ രാജ്യത്തിന്റെ അസ്പൃശ്യരായ ഭൂരിപക്ഷത്തിന് ചില പ്രചോദനങ്ങൾ കൊടുത്ത് കൂടെ നിർത്തുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ ഇന്നത്തെ സംഘപരിവാർ. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന സംഘപരിവാറിന്റെ നേതാക്കളും പ്രവർത്തകരുമുണ്ടെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന് ഭരണഘടന പറയുന്ന അവസരങ്ങൾ കിട്ടിയിട്ടില്ല. രാജ്യത്തെ മുസ്ലിങ്ങളെ ക്രൈസ്തവരെയും നിങ്ങൾ വിട്. ഈ രാജ്യത്തെ പട്ടികവർഗം ഉൾപ്പെടെയുള്ളവർക്ക് അധികാരത്തിൽ പങ്കാളിത്തം കിട്ടിയിട്ടില്ല. അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല. ദ്രാവിഡ സമൂഹത്തിന് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതിന് വേണ്ടി, അവരുടെ ഉദ്യോഗ പ്രാതിനിധ്യത്തിന് വേണ്ടി, അവരുടെ ഭൂമിക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? സാധ്യമാകില്ല. കാരണം അത് പ്രത്യയശാസ്ത്രപരമായി കടപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മണ്യ ന്യൂനപക്ഷത്തിന്റെ ആശയത്തോടും ആത്മീയതയോടും മാത്രമാണ്. അവിടെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമുക്ക് വേണ്ടത് അവരവർക്ക് അവരുടെ മതവിശ്വാസമാകാം, അവരവർക്ക് വേണ്ടതാകാം. പക്ഷേ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനയാകണം. ഭരണഘടന മാറ്റിവെച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയിലൂടെ രാജ്യത്തെ മുന്നോട്ട് പോകാമെന്നും അതിനെ ചോദ്യം ചെയ്യുന്നവരെ കയ്യാമം കൊണ്ട് കൽത്തുറിഞ്ഞുകൊണ്ടും ഇവിടെ പിന്തിരിപ്പിക്കാമെന്നും അങ്ങനെ രാജ്യത്തിന്റെ 91% ജന്മപരവും ഭരണഘടനാപരവും ജനാധിപത്യപരവും മൗലികവുമായ അവകാശങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിന് രാഷ്ട്രനിവാസികൾ തെരുവിലിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭരണഘടന നമ്മുടെ ജീവൻ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ നമ്മുടെ ഭരണഘടന പ്രത്യേകത? നമുക്കറിയാലോ, ഏതൊരു ഗ്രന്ഥത്തിന്റെയും ആമുഖം എന്നതുപോലെ അതിന്റെ അവതാരിക വളരെ കൃത്യമായ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്ന അതിന്റെ ആമുഖമുണ്ട്. ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന ആമുഖം നമ്മൾ വായിക്കണം, തലമുറയോട് വായിക്കാൻ പറയണം, സദസ്സുകൾ വായിച്ചു കേൾപ്പിക്കണം. സംഘടന മതസംഘടനകളും പാർട്ടികളുമുള്ള പരിപാടികളിൽ ഭരണഘടന ആമുഖം പഠിപ്പിക്കണം ഒരു തലമുറയ്ക്ക്. ആ ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്രം രൂപം കൊള്ളുന്നതിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ ദശലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളെ അഭിമാനത്തോട് അനുസ്മരിക്കണം. അവരുടെ വീരേതിഹാസങ്ങൾ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്രം സ്വയംഭൂവായതല്ല, അത് അധ്വാനത്തിന്റെ ഭാഗമാണ്. 1498 കോഴിക്കോട് കാപ്പാടുകടപ്പുറത്ത് വാസ്കോ ഡി ഗാമ കാലുകുത്തിയത് മുതൽ 4.5 നൂറ്റാണ്ടുകാലം നിരന്തരമായി പോരാട്ടം നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ജ്വാലയായി മാറിയ ഒരു സംസ്ഥാനമാണ് ഇന്ത്യ, കേരളമെങ്കിൽ അങ്ങനെ സമാനമായ പോരാട്ടം നടന്ന രാജ്യത്തിന്റെ തീരദേശ മേഖല ഉൾപ്പെടെ അധിനിവേശ ശക്തികൾക്കെതിരെ ജീവൻ കൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച അഭിമാനികളുടെ നാടാണ് ഇന്ത്യയെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജാതിമത ചിന്തകൾക്ക് പുറത്ത് സംഘപരിവാർ സാമ്പ്രദായികതയോടൊപ്പം നിന്ന് വൈദേശിക ഭരണകൂടത്തിന് വിടുപണി ചെയ്ത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി മത്സരിക്കുമ്പോഴും കത്തെഴുതുമ്പോഴും കൂലിപ്പണി അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുമ്പോഴും ധീരരക്ഷാഭിമാനികളായ ഈ രാജ്യത്തിന്റെ വീരേതിഹാസം സൃഷ്ടിച്ച സമരസഖാക്കൾ നടത്തിയ
വിരോധാത്മമായ ഇടപെടലിലൂടെ അവർ ജീവൻ കൊടുത്തു, അവര് ജീവിതം കൊടുത്തു, അവര് സമ്പത്ത് കൊടുത്തു, അവർ നാടുപേക്ഷിച്ചു. അങ്ങനെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ നൂറ്റാണ്ടുകളുടെ സമർപ്പണത്തിലൂടെ ജനാധിപത്യത്തിന്റെ രൂപം കൊണ്ടു. അങ്ങനെ രാജ്യം രൂപം കൊള്ളുന്നത് ആർക്കാണതിൽ പങ്കാളിത്തമുള്ളത്? ചരിത്രം മാറ്റി എഴുതാൻ എളുപ്പമാണ്. ഞാൻ വെല്ലുവിളിക്ക് ഓർമ്മപ്പെടുത്തുന്നു. ആർക്കെങ്കിലും സംഘപരിവാറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയാൻ സാധ്യമാകുമോ? പക്ഷെ അത് പറയാൻ ഈ രാജ്യത്തിന്റെ കീഴാളന് പറ്റും, ഈ രാജ്യത്തിന്റെ മുസ്ലിമിന് പറ്റും, ഈ രാജ്യത്തിന്റെ ക്രൈസ്തവന് പറ്റും, ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അവർണ ജനവിഭാഗത്തിന് പറ്റും. രാജ്യത്തിന്റെ സംഘപരിവാറിന് ചരിത്രം പറയാൻ പറ്റുമോ? ചരിത്രം മാറ്റി എഴുതുകയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പോരാട്ടങ്ങൾ രൂപം കൊണ്ടു ഇന്ത്യ. എല്ലാവരും കയ്യും മെയ്യും മറന്ന് ജീവൻ കൊണ്ട് പ്രതിരോധം തീർത്തപ്പോൾ അതോടൊപ്പം സഹനത്തിന്റെ സമരങ്ങളുണ്ടായി. സമരവൈവിധ്യങ്ങളുടെ ജ്വാലയിൽ വൈദേശികന് നാട് വിടേണ്ടി വന്നു. ആരുടെയും ഔദാര്യമായിരുന്നില്ല, ആരും ഔദാര്യമായി നൽകിയതല്ല ജനാധിപത്യ ഇന്ത്യ. അത് നിർമ്മിച്ചെടുത്തതാണ്. അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. നമ്മൾ സാധാരണ പറയലുണ്ട്, കാരണവന്മാര് സമ്പാദിച്ചു എന്നൊരു ദൂർത്തടിക്കല്ലേ. രാജ്യം നമുക്ക് അവരെ സൃഷ്ടിച്ചു തന്നതാണ്. ഞാൻ ആ പോരാട്ടങ്ങളുടെ ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ മുസ്ലിമിന്റേതാണ് ഇന്ത്യ, ഈ രാജ്യത്തെ ക്രൈസ്തവിന്റേതാണ് ഇന്ത്യ, ഈ രാജ്യത്തെ ദളിതന്റേതാണ് ഇന്ത്യ, ഈ രാജ്യത്തെ പട്ടികവർഗക്കാരന്റേതാണ് ഇന്ത്യ, ഈ രാജ്യത്തെ തീയന്റെയും യാദവിന്റെയും വിശ്വകർമ്മത്തിന്റെയുമാണ് ഇന്ത്യ, ഈ രാജ്യത്തെ സർവരുടെയുമാണ് ഇന്ത്യ, ഈ രാജ്യത്തെ സർവരുടെയുമാണ് ഇന്ത്യ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രം അതാണ്. ആദിമ ദ്രാവിഡ സംസ്കാരത്തിന്റെ ചരിത്രം മുതൽ രാജ്യത്ത് വളരെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു. ഏകമതാധിഷ്ഠിത രാഷ്ട്രം ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഏകശിലാമതം നമ്മൾ ആവർത്തിക്കുന്നു. ഒരു മതത്തിലധിഷ്ഠിതമായ ഒരു സംസ്കാര രാജ്യത്തില്ല, മറിച്ച് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അത്തരമൊരു ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപം കൊള്ളുമ്പോൾ അതെങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചത് ആ സമരജ്വാലയിൽ എരിഞ്ഞടങ്ങിയവരുടെ പിൻഗാമികളാണ്, അഥവാ രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുത്തവരാണ്. അവർ ഒരുമിച്ചിരുന്ന് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ഒരു നിയമപുസ്തകമുണ്ടാക്കി. അതാണ് രാജ്യത്തിന്റെ ഭരണഘടന. രാജ്യത്തിന്റെ ഇന്ത്യ മതനിരപേക്ഷമായത് ആരോടെങ്കിലും ചെയ്യുന്ന ഔദാര്യമാണ് എന്ന് ചെന്ന് പറയലുണ്ട്. ഇന്ത്യ മതേതരമായതുകൊണ്ട് ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവസരമുണ്ടായി എന്ന് ചില പറയുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇന്ത്യ മതാധിഷ്ഠിതമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വഴി നടക്കാൻ അവസരമില്ല, അക്ഷരം പഠിക്കാൻ അവസരമില്ല, കൂലിയെടുത്താൽ ജോലിയെടുത്താൽ കൂലി ചോദിക്കാൻ അവസരമില്ല. കോരന് കൊമ്പിളിൽ കഞ്ഞി കുടിക്കേണ്ട ഒരു മതാധിഷ്ഠിത രാജ്യത്തിൽ നിന്നും വിമോചിതമാക്കിയത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വമാണ്. ആ മതേതരത്വത്തിന്റെ ഗുണഭോക്താക്കളാണ് സമകാലിക ഇന്ത്യക്കാർ. അതാണെന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം. അത്തരമൊരു മതനിരപേക്ഷ ഇന്ത്യ അതാകണമെന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിച്ച് ആ മതനിരപേക്ഷതയ്ക്ക് വിധേയമായ ഒരു നിയമ പുസ്തകമുണ്ടാക്കി. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ മതഗ്രന്ഥം. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അതിന് വിധേയമായി വേണം രാജ്യം മുന്നോട്ട് പോകാൻ. വളരെ കൃത്യമായി പറഞ്ഞ അതിന്റെ മൗലികമായ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് പോകണം എന്നാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മർമ്മപ്രധാനമായ മൗലികമായ സൽഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്നത് നൽകുന്നത് സ്വാതന്ത്ര്യമാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം, അവന് ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, ആരാധന സ്വാതന്ത്ര്യമുണ്ട്. ഇതാരുടെയും ഔദാര്യമല്ല. ഈ രാജ്യത്തെ ദലിതനും അമ്പലത്തിൽ പോകാം, തടയാൻ പാടില്ല. ഈ രാജ്യത്തെ മുസ്ലിമിനും ആരാധന നടത്താം. കളമശ്ശേരിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഉപസംഘം അവിടെ ആരാധന ആലയത്തിൽ ഹാളിൽ ഒരുമിച്ചുകൂടി ആരാധന നടത്തുമ്പോൾ ഭീകര സ്ഫോടനം നടത്തി 8 പേരെയാണ് കൊന്നത്. ആരാധന സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഭീകരാക്രമണം നടത്തി. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ എറണാകുളം ജില്ലയുടെ കളമശ്ശേരി ഞാൻ പറയുന്ന സംഘപരിവാർ ആരാധന നടത്തുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവ പള്ളികൾ കടന്നു ചെന്ന് ഈ കഴിഞ്ഞ ദിവസവും ഉൾപ്പെടെ നമുക്കറിയാം, മണിപ്പൂരിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ 3 വർഷം ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപം, ആരാധന സ്വാതന്ത്ര്യ നിഷേധം, മുസ്ലിങ്ങളെ കടന്നതിന് വിധേയമായത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമാണ് എന്ന് അംഗീകൃത കണക്കുകൾ പറയുമ്പോൾ രാജ്യത്തിന്റെ ദളിതർക്കെതിരെ ആക്രമണം നടത്തുന്നു. സർവാരാധനാലയങ്ങൾക്കും ആരാധനക്രമങ്ങൾക്കും വരെ ആക്രമണം നടത്തുന്നു. എന്നാൽ രാജ്യത്തിന്റെ മതഗ്രന്ഥമായ ഭരണഘടന പറയുന്നു, നമുക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പൗരന്മാർക്ക്.
അതോടൊപ്പം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അന്യനെ അവഹേളിക്കുന്നതാകരുതെന്ന് മാത്രം. ആവിഷ്കാര സ്വാതന്ത്ര്യം അന്യനെ അവഹേളിക്കുന്നതോ അന്യന്റെ മതവിശ്വാസത്തെ നിർണ്ണയിക്കുന്നതോ അവന്റെ ഏതെങ്കിലും താല്പര്യങ്ങൾ ഹനിക്കുന്നതോ ആകാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടനയാണ്. അതുപോലെ ഭേദം വിശ്വസിക്കാം. നമ്മുടെ ഭരണഘടന ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്തിന്റെ ഒരു പൗരന് ഇഷ്ടാനുസാരം മതം അവലംബിക്കാനും അനുവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശം കൊടുക്കുന്നു. അത് രാഷ്ട്രഭരണഘടനയുടെ മൗലികതയാണ്. അതൊരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ തകർന്നിട്ട് ഞാനാണ് നിങ്ങളുടെ ഗ്യാരണ്ടി എന്ന് ഒരു ഫാഷിസ്റ്റായ പ്രധാനമന്ത്രി പറയുമ്പോൾ 1000 വട്ടം ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഗ്യാരണ്ടി അല്ല നിങ്ങൾക്ക് വേണ്ടത്, രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടി ഉണ്ട്. അതിന് വിരുദ്ധമായി മുന്നോട്ട് വരുന്ന ഏതേകാധിപത്യ സംവിധാനത്തെയും തടഞ്ഞു നിർത്താൻ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ജനാധിപത്യ ബോധത്തിനും പ്രാപ്തിയുണ്ട് എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഗ്യാരണ്ടി. ഭരണഘടന പറയുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഞാനിത് വൈകിയ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ കൃത്യമാണ് സ്വാതന്ത്ര്യം. നീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഭരണഘടന ആമുഖം പറയുന്ന 4 കാര്യമുണ്ട്. ഞാൻ എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്കൊന്നും പോകുന്നില്ല. ആമുഖം പറയുന്നത് എന്താണ്? ഒന്ന്, സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. നീതിയെക്കുറിച്ച്, നീതി എന്ന് പറഞ്ഞാൽ അതിനൊരു വിവക്ഷ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികമായ നീതി, സാമൂഹ്യമായ നീതി, രാഷ്ട്രീയമായ നീതി. അതൊരു ചെറിയ കാര്യമല്ല. സാമ്പത്തികമായ നീതി അത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. എന്താ ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം നിങ്ങൾക്കറിയാം. 2023 വന്ന ലോകത്തെ ദരിദ്ര രാഷ്ട്രങ്ങളുടെ പട്ടിക വളരെ കൃത്യമായ സൂചിക നമ്മോട് പറഞ്ഞൊരു കണക്കുണ്ട്. എന്താ പറഞ്ഞത്? 125 രാജ്യങ്ങളിൽ പട്ടിണി പാവങ്ങളുടെ പട്ടികയിൽ 111 സ്ഥാനത്ത് ഇന്ത്യ രാജ്യം. എന്നാ അതിന്റെ അർത്ഥം എന്താ? ദാരിദ്ര്യം കൂടിയ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നമുക്ക് ശേഷമാണ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ദരിദ്ര രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭൂരിപക്ഷവും പട്ടിണിയിലാണ്. മറുഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്താ? ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യ മാറുന്നു. ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. എവിടെയാണ് വൈരുദ്ധ്യം? അപ്പോൾ ഇങ്ങനെ അത് പ്രചരിപ്പിക്കുകയാണ്. പട്ടിണി കിടക്കുന്ന ദരിദ്രൻ ഉൾപ്പെടെ സംഘപരിവാറിനോട് അനുഭാവം പുരട്ടിക്കൊണ്ട് സിന്ദാബാദ് വിളിക്കുകയാണ്. ദരിദ്ര രാജ്യങ്ങൾ 125-ൽ 111 സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. എന്നാൽ ആഗോളതലത്തിൽ 5ാമത്തെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് രാജ്യം മാറുന്നു. എന്താ അതിന്റെ മാനദണ്ഡം? സമ്പത്ത് വികേന്ദ്രീകൃതമല്ല, രാജ്യത്ത് കേന്ദ്രീകൃതമാണ്. ഇവിടെ അസിം പ്രേംജിമാരും അംബാനിമാരും അദാനിമാരും അതോടൊപ്പം അതുപോലെയുള്ള കുത്തക മുതലാളിമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എങ്ങനെയാണ് അവിടെ സമ്പത്ത് വർദ്ധിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ സീപോർട്ട് മുഴുവനും അദാനിക്ക് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരു മുസ്ലിമിന്റെ മാത്രം പ്രശ്നമാണോ? അത് രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് മാത്രം പ്രശ്നമാണോ? രാജ്യത്തിന്റെ പ്രശ്നമാണ്. സീപോർട്ട് മുഴുവനും എയർപോർട്ട് മുഴുവനും കൊടുത്തുകൊണ്ടിരിക്കുന്നു അദാനിക്ക്. നമ്മൾ RSSനെ പിന്തുണയ്ക്കുന്നവർ അങ്ങ് ആവേശം കൊള്ളുകയാണ്. എന്താണ് അതിലൂടെ രാജ്യത്ത് സംഭവിക്കുന്നത്? രാജ്യത്തിന്റെ മുഴുവൻ നിർമ്മാണങ്ങളും തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബാങ്കുകളോട് സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ശതകോടികൾ വായ്പ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് സമ്പത്തിന്റെ എണ്ണം, സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നു. നമ്മുടെ രാജ്യം കേരളം ഉൾപ്പെടെ പരിശോധിച്ചു നോക്ക്. ക്രയശേഷി കുറഞ്ഞു രാജ്യത്തിന്റെ. നമ്മള് സാധാരണ രാജ്യത്തിന്റെ ക്രയശേഷി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയാം GDP എന്ന് പറയാറുണ്ട്. എന്താ എന്റെ ഒറ്റ വാക്കിൽ പറയാം, ക്രയശേഷി കുറഞ്ഞു. എന്താ എന്ന് പറഞ്ഞാൽ കൊടുക്കാനും വാങ്ങാനും പറ്റുന്നില്ല, പ്രാപ്തിയില്ല, കാശില്ല, ജനങ്ങൾക്കിടയിൽ ഫണ്ടില്ല. അതാണ് GDPയുടെ താല്പര്യം. ക്രയശേഷി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആളുകളുടെ കാശുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങുള്ളൂ, വാങ്ങിയാലേ വിൽക്കുള്ളൂ. അപ്പൊ ഉൽപാദനം നടക്കുന്നില്ല, വിപണനമില്ല, കയറ്റുമതിയില്ല, രാജ്യം തകരുകയാണ്. അങ്ങനെ സാമ്പത്തികമായി തകരുന്നു, ദരിദ്രരുടെ എണ്ണം കൂടുന്നു. മറുഭാഗത്തോ സമ്പത്ത് എങ്ങോട്ടാ പോകുന്നത്? രാജ്യത്തിന്റെ സമ്പത്ത് ഉൾപ്പെടെ അദാനിമാർക്കും അംബാനിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവരിലേക്ക് കേന്ദ്രീകരിക്കും. എന്നിട്ടോ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. ലോകത്ത് സാമ്പത്തിക ശക്തികൾ ചെയ്യുന്ന കണക്കതാണ്. ഒന്ന് അതിന് ഡിവൈഡ് ചെയ്യും. മൊത്തം ജനങ്ങൾക്ക് അദാനിയുടെയും അംബാനിയുടെയും യൂസുഫ് അലിയുടെയും അസിം പ്രേംജിയുടെയും ഉൾപ്പെടെയുള്ള സമ്പത്ത് ആളോഹരി ചെയ്യുകയാണ്. എന്നിട്ട് കണക്കെടുക്കുകയാണ്. ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും നിലവിൽ ഇത്ര രൂപ വിഹിതമുണ്ട്. അങ്ങനെയാണ് സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് രാജ്യം കയറുക. അദാനിക്ക് പണമുണ്ടായിട്ട് നമുക്കെന്താ?
നമ്മൾ ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ യൂസഫ് അലിക്ക് പണം കൂടിയിട്ട് നമുക്കെന്താ സമ്പത്ത് കേന്ദ്രീകൃതമാകുന്നു ഇവിടെ. എന്നിട്ട് ഇതെല്ലാം അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയാണ്, ഓരോ പൗരന്റെയും വിഹിതം എടുത്തിട്ട് ഓരോരുത്തർക്കും ഇത്ര രൂപയുണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് ലോക സമ്പന്ന രാഷ്ട്രങ്ങളിലേക്ക് രാജ്യം കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് ആഹ്ലാദം പങ്കിട്ട് ലഡു വിതരണം ചെയ്താൽ ഞാൻ എന്റെ കീഴാളനായ ദളിതനായ ഈ രാജ്യത്തെ ഇവിടുത്തെ സംഘപരിവാർ പ്രവർത്തകരോട് ചോദിക്കുന്നു, നിനക്കോ നമ്മുടെ രാജ്യത്തിനോ നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറക്കോ എന്ത് നേട്ടമാണുള്ളത്? ഒരു പരമത വികാരത്തിന്റെ ആവേശത്തിനപ്പുറത്ത് പ്രത്യുൽപ്പന്നപരമായി രാജ്യത്തിനും സമൂഹത്തിനും തലമുറയ്ക്കും എന്ത് ലാഭമാണത് കൊണ്ടുള്ളത്? അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ലോകത്ത് വൻ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് ഇതാണ് രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം. അപ്പൊ ഭരണഘടന പറയുന്ന നീതിയെ കുറിച്ച് തുല്യതയെ പറയുന്നത് നീതി, സാമ്പത്തിക രംഗത്ത് നീതി വേണം, എല്ലാവർക്കും സമ്പത്ത് വിതരണം ചെയ്യപ്പെടണം, ഒരു സോഷ്യലിസ്റ്റ് ഒരു മിശ്രിത സാമ്പത്തിക ക്രമം എന്ന രാജ്യത്തുണ്ടാകണം, സമ്പത്ത് മുഴുവനും വിഭവങ്ങൾ മുഴുവനും ധാതു സമ്പത്ത് ഉൾപ്പെടെ കുത്തകൾക്ക് തീരെഴുതി കൊടുത്ത് ഭൂരിപക്ഷത്തെ പട്ടിണിയിലാക്കരുത്. നമ്മൾ നോക്കിയത് രാജ്യത്തെ മിഡിൽ ക്ലാസ് ഉൾപ്പെടെ കാശില്ല, എല്ലാ ക്രയശേഷി കുറഞ്ഞു, വളരെ അപകടത്തിലാണ്. അത് രാജ്യം പൊതുവെ എങ്ങനെയാണ്? രാജ്യത്തിന്റെ കടസ്ഥിതി നിങ്ങൾക്കറിയോ? 2014 ഇന്ത്യ രാജ്യത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 58.6 ലക്ഷം കോടി രൂപയായിരുന്നു വിദേശ കടം. അത് ചെറിയ കടമല്ല. എന്നാൽ 2014 മുതൽ ഇതുവരെയുള്ള രാജ്യത്തിന്റെ വിദേശ കടം പരിശോധിക്കുമ്പോൾ 156.8% കോടിയായി രാജ്യത്തിന്റെ വിദേശ കടം വർദ്ധിച്ചുവെന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാണ് രാജ്യത്തിന്റെ കടം വർദ്ധിച്ചിട്ടുള്ളതെന്ന് പരിശോധിക്കണം. അങ്ങനെ ഓരോ പൗരന്മാരും കടക്കണിയിലാണ് ഇന്ത്യയിൽ. മോഡി പറയുന്നത് എന്താ? 4 കാര്യങ്ങൾക്കാണ് ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നതെന്നാണ്. ഒന്ന്, ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ 15 ലക്ഷം രൂപ ബാങ്കിൽ വരുമെന്ന് പറഞ്ഞു കുത്തകന്റെ പണം പിടിച്ചെടുത്ത് എവിടെയാണ് വന്നത്? എവിടെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുള്ളത്? അതോടൊപ്പം തന്നെ പിന്നീട് പറഞ്ഞ യുവാക്കളുടെ കാര്യമാണ്. പ്രതിവർഷം വിദ്യാസമ്പന്നരായ 10 ലക്ഷം തൊഴിൽ രഹിതരാണ് രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം തൊഴിൽ രഹിതർ വിദ്യാസമ്പന്നരായ പ്രതിവർഷം ഇന്ത്യ രാജ്യത്ത്. കോടിക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ. എവിടെയാണ്? ഒഴിവുകളുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ ഉൾപ്പെടെ സർവ്വതിലും ഒഴിവുകളുണ്ട്. വേണ്ടതുപോലെ നികത്തുന്നില്ല. കാരണം തൊഴിൽ കൊടുക്കുന്നില്ല. കാരണം തൊഴിലുമായി വരുന്നത് ഈ രാജ്യത്തെ അവർണനാണ്. ഒഴിഞ്ഞു കിടക്കട്ടെ. ഇവിടെ ദരിദ്ര ജനതയെ പരിഗണിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല, ഒരു വിശ്വാസ പ്രമാണമല്ല RSSനുള്ളത്, സംഘപരിവാറിനുള്ളത്. കുറുവടി എന്ന് കിടക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവർ കീഴാളനാണ് എന്നതല്ല പ്രത്യയശാസ്ത്രം. ഇവിടെ നടപ്പിലാക്കുന്നവർ ആരെ എന്നതാ ചോദ്യം. അവിടെയാണ് ചോദ്യം. നമുക്കറിയാലോ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതിയെ പങ്കെടുപ്പിച്ചിട്ടില്ല. കാരണം നമുക്ക് ബോധ്യമുണ്ട്, ബ്രാഹ്മണ്യം പേരാത്തയാളാണ്. അയോധ്യയിൽ ചടങ്ങ് നടന്നു, അമിത്ഷാനെയും പങ്കെടുപ്പിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോഡിയും അമിത്ഷായും എന്നല്ലേ പറയാ? അമിത്ഷാ എവിടെയാണ്? ബാബരി മസ്ജിദ് നിർമ്മാണം നടത്തുന്നത് അമിത്ഷാനെ കണ്ടിട്ടുണ്ടോ? പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അമിത്ഷാനെ കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ്യം അകറ്റി നിർത്തുന്നു. ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണം? ഇതാണ് സംഘപരിവാറിന്റെ വിശ്വാസം. അതിന് വിധേയപ്പോ ഈ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നില്ല. രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീ സുരക്ഷയാണ് പിന്നെ പറയുന്നത്. സത്യത്തിൽ എന്നിട്ട് അഭിമാനത്തോടെ പറയുന്നത് എന്താ? മുസ്ലിം സമുദായത്തിന്റെ മുത്തലാഖിന് നിരോധനം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഒഴിവാക്കുന്നതിന് ക്രിമിനൽ നിയമമാക്കി മാറ്റി മുസ്ലിം സമൂഹത്തിൽ ഇന്ത്യയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹൈന്ദവ സമൂഹത്തിൽ ഭാര്യ ഒഴിവാക്കൽ ക്രിമിനൽ നിയമമാക്കി മാറ്റിയാൽ ആദ്യം കോടതി കയറേണ്ടി വരുന്ന ഒരു കുറ്റവാളി ആരായിരിക്കും? അത് നരേന്ദ്രമോദിയായിരിക്കും. അങ്ങനല്ലേ? ഭാര്യ ഒഴിവാക്കിയതിന്റെ പേരിൽ അത് ക്രിമിനൽ കുറ്റമാണ് ആക്കി പാർലമെന്റ് നിയമം കൊണ്ടുവന്നുവെന്ന് പറയുന്നു. ആ നിയമം സമാനമായത് ഹൈന്ദവ സമൂഹത്തിൽ നടപ്പിലാക്കിയാൽ ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയ മോഡി എവിടെയായിരിക്കും? അപ്പൊ അതുകൊണ്ട് കുടിക്കൈകളിലൂടെ പരമര വിയോജനത്തിലൂടെ ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്നു. നമുക്ക് പറയാനുള്ളത്, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നീതിയുണ്ട്. സാമ്പത്തിക രംഗത്ത് ഇതാണ് സ്ഥിതി. സാമൂഹ്യ രംഗത്തോ രാജ്യവ്യാപകമായി ജാതി സെൻസ് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ മാത്രമല്ല,
20 കൊല്ലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാതി സെൻസസിനെ കുറിച്ച്. ഇന്ന് രാജ്യവ്യാപകമായി ആ സന്ദേശം ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, RSSന് പറയാമോ ജാതി സെൻസസ് വേണമെന്ന്? എന്താ പറയാൻ പറ്റാത്തത്? മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നില്ല, RSS പറയുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നത്, ജാതി സെൻസസ് സാമൂഹ്യ നീതിക്ക് അനിവാര്യമാണ്. ബീഹാർ ജാതി സെൻസസ് വന്നു, ഞെട്ടിക്കുന്ന കണക്കല്ല വന്നത്. എന്താ ബീഹാറിന്റെ സ്ഥിതി? 83% അവർണ ജനങ്ങളാണ്. പക്ഷെ അവർക്ക് അധികാരമില്ല. UP-യിലെ കണക്കുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. 81% അവർണരാണ് UP-യിൽ. 81%. പക്ഷെ ഉദ്യോഗത്തിനില്ല, തൊഴിലിനില്ല, അധികാരത്തിനില്ല. ജാതി സെൻസസിന് സംഘപരിവാർ എതിരാണ്. ഞാൻ പറയുന്നത്, ജാതി തിരിച്ചുള്ള കണക്കെടുത്ത് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് പോലെ സാമൂഹ്യ രംഗത്ത്, ഉദ്യോഗ രംഗത്ത്, സർവ്വതലങ്ങളിലും തുല്യനീതി ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട്. അത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അതാണ് ഭരണഘടന നിങ്ങൾക്ക് നമുക്ക് ഉറപ്പു തരുന്നത്. സാമൂഹ്യ നീതിയാണ്, സോഷ്യൽ ഡെമോക്രസി, സാമൂഹ്യ ജനാധിപത്യം എന്നതുപോലെ സോഷ്യൽ ജസ്റ്റിസ്. അത് ഭരണഘടന ഉറപ്പ് നൽകുന്നു. അതാണ് ഭരണഘടനയുടെ ഗ്യാരണ്ടി. മോഡി അതിന് വിരുദ്ധനാണ്. കാരണം ഒരു ഫാസിസ്റ്റാണ്, സംഘപരിവാറുകാരനാണ്, ബ്രാഹ്മണ്യ നടപ്പിലാക്കുന്നയാളാണ്. അത് മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും ജനാധിപത്യത്തിനും സാമൂഹ്യ നീതിക്കും എതിരാണ്. അതോടൊപ്പം ഭരണഘടന നമുക്ക് നൽകുന്ന, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ രംഗത്ത് തുല്യത ഭരണഘടന പറയുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ദീർഘമാക്കുന്നില്ല, സാഹോദര്യത്തെക്കുറിച്ച്, ഫ്രട്ടേണിറ്റി ഭരണഘടന ആമുഖത്തിൽ പറയുന്നുണ്ട്. സാഹോദര്യത്തെ കുറിച്ച് എന്നാണ് വളരെ കൃത്യമായി പറയുന്നത്. ഒരു പൗരന്റെ അന്തസ്സിനെ ഹനിക്കാതെ, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ തകർക്കാതെ സാഹോദര്യം കാത്തു സൂക്ഷിക്കണം. സാഹോദര്യം അത് രാജ്യത്തുണ്ടാകണം. അത് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നവരാരാണ്? ഗുജറാത്ത് കലാപത്തിന് കാർമ്മികത്വം വഹിച്ചു. ഗുജറാത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത ദാഹാർത്തരായ പിഞ്ചുമക്കളുടെ വായിലേക്ക് പെട്രോളും ഡീസലും ഒഴിച്ചു കൊടുത്ത് തീ വെച്ച് ആ വയറ് പൊട്ടി തെറിക്കുന്നത് കണ്ട് തട്ടഹസിച്ച് ചിരിച്ചവർക്ക് പൂമാലയിട്ട് സ്വീകരണം കൊടുത്ത്, അതോടൊപ്പം തന്നെ ഗർഭിണിയായ സഹോദരിക്ക് വയറ് പിളർന്ന് ആ കുഞ്ഞിനെ ശൂലത്തിൽ ഉയർത്തി ആകാശത്തേക്ക് എറിഞ്ഞ ആ മാതാവിനെ ബലാത്സംഗം ചെയ്തവർക്ക് ജയിലിൽ നിന്നും വിടുതൽ കൊടുത്ത് ആർത്തിരമ്പി വരും ജനങ്ങൾക്കിടയിൽ സ്വീകരണം ഒരുക്കി കൊടുത്ത ഫാഷിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിനും അന്ന് ഗുജറാത്ത് ഭരിച്ച മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിക്കും ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന്, സ്ത്രീവർഗത്തിന് എന്ത് സ്വാതന്ത്ര്യം, എന്ത് നീതി നേടിത്തരാനാണ് സാധ്യമാകുക? നരേന്ദ്രമോദി ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം വന്ന വഴിയുണ്ട്. എന്താ വന്ന വഴി? കലാപത്തിന്റെ വഴിയാണ്, സാഹോദര്യത്തിന്റെ വഴിയല്ല. സാഹോദര്യം സംഘപരിവാറിനില്ല. ഇന്നും RSSൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ദളിതനായ, കീഴാളനായ, അതോടൊപ്പം പിന്നാക്കക്കാരനായ പലരും സ്വകാര്യം പറയുന്നത് അവർക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, ബ്രാഹ്മണരുടെ ഉണ്ട്. നമ്മളോട് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ആ രീതിയിൽ അതൊരു സമാന്തരമായി പോകുന്ന ഫാഷിസം. അതാണ് ഇവിടെ പശുവിന്റെ പേര് പറഞ്ഞ ആളുകളെ കൊല്ലുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷവും മാംസം ആഹരിക്കുന്നവരാണ്. അതൊരു മതവിഭാഗത്തിന്റെ കാര്യമല്ലല്ലോ. ക്രൈസ്തവർ ആഹരിക്കും. നമ്മുടെ നാട്ടിലെ തീയര് അഥവാ വിശ്വകർമ്മച്ചര്, അതോടെ നമ്മുടെ നാട്ടിലെ അഥവാ ഈഴവര്, ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവർ മാംസാഹാരം കഴിക്കുന്നവരാണ്. ഈ രാജ്യത്തിന്റെ അധ്വാനിക്കുന്ന വർഗം ഏറ്റവും കൂടുതൽ പോഷക സമൃദ്ധമായ ഭക്ഷണം എന്ന നിലയിൽ വനവാസികൾ പോലും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനെതിരെ പശുവിന്റെ പേര് പറഞ്ഞ് മാംസം ആഹരിക്കുന്നവരെ കൊണ്ട് തന്നെ നിരപരാധികളെ തല്ലിക്കൊല്ലുന്ന പ്രാകൃതമായ ഒരു സാമൂഹ്യക്രമം വളർത്തിക്കൊണ്ടുവന്ന ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ ഗ്യാരണ്ടി നിൽക്കുന്നുവെന്ന് പറയാൻ എന്റെ അവകാശമാണുള്ളത്. ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടി ഉണ്ട്. അതാണ് സാഹോദര്യം. ഒരു പൗരന്റെ അന്തസ്സ് ഹനിക്കാൻ പാടില്ല. ഫാഷിസ്റ്റ് സർക്കാർ അത് ഉറപ്പു തരാൻ പറ്റും. മണിപ്പൂർ നമുക്ക് മറക്കാൻ കഴിയില്ല. മണിപ്പൂർ എന്ന വർഗീയ കലാപം, പതിനായിരങ്ങൾ ആക്രമിക്കപ്പെട്ട കലാപം, എത്ര ക്രൂരമായ കലാപമാണ് നടന്നത്. ആ കലാപത്തിന്റെ നാളുകൾ 3 മാസം പിന്നിട്ടപ്പോഴും അതിനെതിരെ കമായും രക്ഷരമുരിയാടാട്ട പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. നിങ്ങൾ ഓർക്കണം, എങ്ങനെയാണ് സ്നേഹത്തെ കുറിച്ച് പറയാൻ കഴിയും?
ഒരിക്കലും ഒരു ഫാഷിസ്റ്റിന്, ഒരു സംഘപരിവാർ, ഒരു RSS കൂടെ വന്ന ഒരാൾക്ക് മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ സാധ്യമാകില്ല. കാരണം അത്തരം ക്രൂരമായ വിശ്വാസധാരയിലൂടെ വളർത്തപ്പെടുന്ന ആളുകളാണ് അവരെല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, നരേന്ദ്രമോദിയോട് നിങ്ങളുടെ ഗ്യാരണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇവിടെ പാർലമെന്റിനേക്കാൾ ഭരണഘടനയ്ക്ക് മുഖ്യ സ്ഥാനമുള്ള ജനാധിപത്യ ഇന്ത്യയുടെ പൗരന്മാർക്ക് അതിന്റെ മൂല്യങ്ങൾ നൽകുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. അത് ഞങ്ങളുടെ പൂർവികർ സമരത്തിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരു പൂർണ്ണരൂപമാണെങ്കിൽ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി അതിന്റെ അവസരങ്ങളുടെ തണലിൽ അന്തസ്സോടെ ജീവിക്കാൻ പ്രാപ്തമായ ഒരു ജനതയാണ് ഞങ്ങൾ. അത് നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യാൻ സജ്ജമായ ഒരു സമൂഹം ഇവിടെ വളർന്നു വരും. ഒരു സംശയവും വേണ്ട. RSS വിചാരിക്കുന്നത് അങ്ങനെയാണല്ലോ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ സൃഷ്ടിച്ച് കുറെ ആളുകളൊക്കെ അങ്ങ് ജയിലിലാക്കി, കുറെ ആളുകളൊക്കെ വീട്ടിൽ കയറി തല്ലി, കുറെ ആളുകളൊക്കെ ഭയപ്പെടുത്തി, ക്രിസ്ത്യാനികളെ ആക്രമിച്ച്, ദളിതുകളെ ജീവനോടെ തൊലിയുന്നിങ്ങളൊക്കെ പേടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാണാം. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ഭൂരിപക്ഷം ഈ പ്രത്യാശാസ്ത്രത്തിലില്ല. പലരും പെട്ടുപോയവരാണ്. അന്തസ്സുള്ള ഒരു കീഴാളന്, ആത്മാഭിമാനമുള്ള ഒരു കീഴാളന് തൊട്ടുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രത്യയശാസ്ത്രവും ഒരു പതാകയുമാണ് RSSന്റെയും അനുബന്ധ ഘടകങ്ങളുടെയും എന്ന് ചരിത്രം വെച്ചുകൊണ്ട്, വസ്തുതകൾ വെച്ചുകൊണ്ട് സംവദിക്കാൻ നമുക്ക് സാധ്യമാണ്. സംവാദമാണ് രാജ്യത്ത് നടക്കേണ്ടത്. അതിന് സ്വാതന്ത്ര്യമുണ്ട്, അതിന് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഭരണഘടന നമുക്ക് നൽകുന്ന ഇത്തരം അവകാശങ്ങളും അവസരങ്ങളുമുണ്ട്. സാഹോദര്യം ഇവിടെ വളരണം. പക്ഷേ ഭരണകൂട കലാപമാണ് പറയുന്നത്. രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരിക്കും. രാജ്യം മതനിരപേക്ഷമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? രാഷ്ട്രഘടന വ്യക്തികൾക്ക് മതമാകാം, മതമാകാതിരിക്കാം. ഭരണകൂടം ഭരിക്കുന്നവർക്ക് മതമാകാം, മതം നിഷേധിക്കാം. പക്ഷേ രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരിക്കാൻ പാടില്ല. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹരിയാനയിലാണെന്ന് എനിക്കുറപ്പ്, മിനിഞ്ഞാന്ന് ഒരു ഹൈക്കോടതി വിധി വന്നു. എന്താണ് ആ വിധി? മുമ്പും മനുസ്മൃതി പറഞ്ഞ് വിധി നടത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീ കോടതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത്, എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ വലിയ പീഡനമാണ് കിട്ടുന്നത്, എനിക്ക് സ്വാതന്ത്ര്യമില്ല, ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമാകുന്നു, അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം നൽകണമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി സ്ത്രീകൾക്ക് സുരക്ഷിതത്വം പറയുമ്പോൾ കാര്യകാരണ സഹിതം വിവാഹമോചനം നടത്താനുള്ള അവസരങ്ങൾ പോലും നിയമം മൂലം മുസ്ലിങ്ങൾക്ക് നിഷേധിച്ച് സ്ത്രീ സുരക്ഷിതത്വം എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ഹൈന്ദവ സഹോദരി കോടതിയെ സമീപിക്കുകയാണ്. ആ കോടതിയിൽ സുപ്രീം കോടതി ജഡ്ജി മനുസ്മൃതി വായിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമില്ല. കാരണം എന്റെ പീഡനങ്ങൾ സഹിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഭർത്താവിന്റെ അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുമുണ്ട്, രണ്ടുപേരെയും പരിചരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളുടെ പീഡനം എനിക്ക് കേൾക്കണ്ട, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിവാഹമോചനം അനുവദിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കുടുംബ കോടതി വിധിച്ച എന്തോ ഒരു വിഹിതമുണ്ട്, ഒരു ചെലവ് കൊണ്ട് കൊടുക്കാൻ വിധിച്ചിരുന്നു. ആ വിധിയും റദ്ദു ചെയ്തു. ഒരിക്കലും ഒരു ഭർത്താവ് അങ്ങനെ ചെയ്യൽ ഭാരതീയ സംസ്കാരത്തിൽ അഥവാ ബ്രാഹ്മണ്യ സംസ്കാരത്തിലേക്കുന്നതല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് രാഷ്ട്രത്തിന്റെ ജുഡീഷ്യറി അങ്ങ് മനുസ്മൃതി പറഞ്ഞുകൊണ്ട് വിധി പറയുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നത്, നിനക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന മനുസ്മൃതി, നീ അക്ഷരം പഠിക്കരുതെന്ന് പറയുന്ന മനുസ്മൃതി, നീ മനുഷ്യനല്ല എന്ന് പറയുന്ന ചാതുർവർണ്ണത്തിന്റെ വർണ്ണാശ്രമ സിസ്റ്റത്തിന്റെ പുറത്താണ് രാജ്യത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഈ ജനതയോട് നാളെ സുപ്രീം കോടതി മനുസ്മൃതി വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ സ്ഥിതി എന്താകും? അഥവാ ഇന്നലകളിലേക്ക് പോകും. നമുക്ക് സ്വാതന്ത്ര്യമില്ല, അഥവാ ഭൂരിപക്ഷത്തിനും വഴി നടക്കരുത്, മാറുപറക്കരുത്. കല്യാണ രാത്രിയിൽ ബ്രാഹ്മണ്യൻ പേർന്ന അല്ലെങ്കിൽ സവർണൻ കടന്നു വരുമ്പോൾ ചൂട്ടുകെട്ടി കൊടുത്ത് പീഡനകത്തേക്ക് ആനയിച്ചിട്ട് മറ്റൊരാൾ വരാതെ കാവലിരിക്കേണ്ട ഇന്നലത്തിന്റെ ദുരാചാരങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായ ആചാരങ്ങൾ ഇവിടെ ബദൽ കൊണ്ടുവരുമെന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഇത്തരം ചില പരാമർശങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു RSS വന്ന് മുസ്ലിം വിരോധം പറഞ്ഞ്, ക്രൈസ്തവ വിരോധം പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് വൈകാരിക ഉത്തേജിപ്പിക്കുമ്പോൾ അതിന്റെ അടിമത്തം പേര് വിസ്മരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണോ ഭരണഘടനാ മൂല്യങ്ങളുടെ തമസ്കരണമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങൾ ഉണർത്തുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? ഭരണഘടന മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ രാജ്യനിവാസികളുടെ സ്ഥിതിവിശേഷം ഉണ്ടാകും. ആ സ്ഥിതിവിശേഷത്തെ കുറിച്ചല്ലേ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. ഞാൻ പറയുന്നത്, ഇത് ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മഹാത്മാ അയ്യങ്കാളി സമരം നടത്തി.
പഞ്ചമി എന്നൊരു പെൺകുട്ടിക്ക് അക്ഷരം നിഷേധിച്ചപ്പോൾ, പള്ളിക്കൂടം നിഷേധിച്ചപ്പോൾ പണിമുടക്ക് നടത്തി, വില്ലുവണ്ടിയിലൂടെ വലിയ വിപ്ലവം നടത്തി മഹാത്മയ്യങ്കാളി. എന്തിനു വേണ്ടിയാ? അക്ഷരം പഠിക്കാൻ അവസരത്തിന് വേണ്ടിയാ. ഞങ്ങളുടെ മക്കൾക്ക് അക്ഷരം നിഷേധിച്ചാൽ ഞങ്ങൾ പാടത്ത് പണിയെടുക്കില്ലെന്നെ 10,000 ശൂന്യമാകും എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. അത്തരം സമരം നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന സമരം. ഇത്തരം സമരങ്ങളിലൂടെ ജീവൻ കൊടുത്ത് പോരാട്ടത്തിലൂടെ ഒരു ഭരണഘടനാ വിധേയമായ രാഷ്ട്രത്തെ നിർമ്മിച്ചിട്ട് ആ ഭരണഘടന മാറ്റിവെച്ച് ഇന്നലത്തെ ചാതുർവർണ്ണത്തിന്റെ സംസ്കാരത്തിലേക്ക് ഈ രാജ്യത്തെ മടക്കിക്കൊണ്ടുപോകാൻ സംഘപരിവാർ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ മൂകസാക്ഷികളായി നിൽക്കുന്നത് പൗരധർമ്മമുള്ളവർക്ക്, ആത്മാഭിമാനമുള്ളവർക്ക്, രാജ്യസ്നേഹികൾക്ക് ഭൂഷണമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, കറകളഞ്ഞ മതനിരപേക്ഷ നിലപാടെന്ന് പറഞ്ഞാൽ കറകളഞ്ഞ എന്റെ മതവിശ്വാസത്തിൽ അണുകിട വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്ന എന്റെ കറകളഞ്ഞ നിലപാടുണ്ട്. അതെനിക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. എന്റെ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, എന്റെ ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, എന്റെ ആരാധന സ്വാതന്ത്ര്യമുണ്ട്, എന്റെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, എന്റെ ആഹാര സ്വാതന്ത്ര്യമുണ്ട്, എന്റെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് നൽകുന്ന പൗരൻ എന്ന നിലയിൽ എന്റെ ഭരണഘടന നൽകുന്ന നമ്മുടെ പൂർവികർ പോരാട്ടത്തിന് നിർമ്മിച്ച ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് മുന്നിൽ കൂപ്പുകൈകളോടെ നിൽക്കാൻ രാഷ്ട്രത്തെ കശാപ്പ് ചെയ്യുന്നതിന് കൂട്ടുനിൽക്കലാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതല്ല നമ്മുടെ ഭാഗത്തും ഉണ്ടാകേണ്ടത്. ജാതിമത ചിന്തകൾക്കപ്പുറത്ത്, രാഷ്ട്രീയ സങ്കുചിത്വങ്ങൾക്കപ്പുറത്ത് ഫാഷിസം അതിന്റെ മൂർധനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മതത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭരണഘടനയല്ല രാജ്യത്ത് മുഖ്യമായത്, അത് തന്റെ മതമാണ്, തന്റെ സംഘിത താല്പര്യമാണ് എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ കലാപങ്ങളിൽ കടന്നു വന്ന ഫാഷിസത്തിന്റെ ചുവടുവെപ്പുകൾക്ക് മാന്യത പകരുന്ന പ്രഭാഷണങ്ങൾ പ്രധാനമന്ത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബാബരി മസ്ജിദിന്റെ ചരിത്രം നമുക്ക് ബോധ്യമുണ്ട്. രാഷ്ട്രഭൂമികളുടെ കുഗ്രാമങ്ങളിൽ ആയിരങ്ങളുടെ ജീവൻ കൊണ്ട് അമ്മാനമാടി സംഘപരിവാർ ഫാഷിസമെങ്കിൽ അങ്ങനെ ചവിട്ടുപടിയാക്കി കടന്നു വന്ന് തകർക്കപ്പെട്ട പള്ളിയുടെ വഖഫിന്റെ മണ്ണിൽ നിർമ്മിക്കപ്പെട്ട ആ ഗേഹത്തിൽ നിന്നുകൊണ്ട് വീണ്ടും കലാപത്തെ അനുസ്മരിച്ച് അതിന് അഭിമാനത്തിന്റെ മാനം കൊടുക്കുന്ന ഒരു ഫാഷിസത്തിന്റെ നയപരിപാടികളുടെ അടിമട്ടം പേരല്ല രാജ്യത്തിന് വേണ്ടത്. തലമുറയ്ക്ക് ഇവിടെ അന്തസ്സോടെ ജീവിക്കണം, സർവാഭിമാനത്തോടെ ജീവിക്കണം. കലാപമല്ല രാജ്യത്തിന് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സംഘപരിവാർ കലാപം തുടങ്ങുകയാണ്. അങ്ങനെ ഓരോരുത്തരും മതം പറഞ്ഞ് കലാപം തുടങ്ങിയാൽ 25 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. അവരും കലാപം തുടങ്ങുന്നു, ക്രിസ്ത്യാനികൾ കലാപം തുടങ്ങുന്നു, ദളിതുകൾ കലാപം തുടങ്ങുന്നു, പട്ടികവർഗക്കാർ കലാപം തുടങ്ങുന്നു. ആർക്കാണ് ഇവിടെ സുരക്ഷിതത്വമുള്ളത്? 25 കോടി മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളെ എന്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇവിടുത്തെ ക്രൈസ്തവരെ ചെയ്യാൻ പറ്റുന്നത്? ഈ രാജ്യത്തിന്റെ 91% നിങ്ങൾ എങ്ങനെ അടിമകളാക്കാമെന്നാണ് വിചാരിക്കുന്നത്? സാധ്യമല്ല. കാരണം രാഷ്ട്ര ഭരണഘടന ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാജ്യത്തിന്റെ മതഗ്രന്ഥം ഭരണഘടനയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്രമാണ്. രാജ്യം അതിൽ നിന്നും വഴിതെറ്റി സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജനാധിപത്യ ബോധം അതിന് പ്രതിരോധം നിൽക്കണം. നമ്മൾ ഭരണഘടന പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, സാഹോദര്യം പറഞ്ഞുകൊണ്ടിരിക്കണം, മാനുഷികമായ മൂല്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. ആരുടെയും ഔദാര്യമല്ല ഇന്ത്യ, ആരുടെയും ഔദാര്യമല്ല ജനാധിപത്യം, ആരുടെയും ഔദാര്യമല്ല മതനിരപേക്ഷത, ആരുടെയും ഔദാര്യമല്ല സ്വാതന്ത്ര്യം. ഞാൻ പറയുന്നു, ചരിത്രത്തിന് തുടർച്ചയെന്ന നിലയിൽ നിരന്തരമായ പോരാട്ടത്തിന് മുന്നണി പോരാളികളായി വർത്തിച്ച ആ മഹൽ വ്യക്തിത്വങ്ങളുടെ ചിന്തയിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും പോരാട്ടത്തിൽ നിന്നും നടപടിക്രമങ്ങളിൽ നിന്നും സ്വാഭാവികമായി രൂപം കൊണ്ട രാഷ്ട്ര നന്മയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന. അത് തകർക്കാൻ ഒരു ഫാക്ടത്തെയും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട RSSന് വേണ്ടി കൊടിയെടുക്കുന്ന, RSSന് സിന്ദാബാദ് വിളിക്കുന്ന, തനിക്ക് ഭരണഘടനാപരമായി മുഴുവനും നഷ്ടപ്പെടുമ്പോഴും തന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും തമ്പ്രാൻ പറയുന്നിടത്ത് മുദ്രാവാക്യം വിളിച്ച് സായുജ്യമടയാമെന്ന് വിചാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കീഴാള സഹോദരന്മാർ ഉൾപ്പെടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സമൂഹത്തിന്റെ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ പിൻഗാമികളുടെ നിലനിൽപ്പിനെയാണ് നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. അറബുശാലയിലേക്ക് നയിക്കപ്പെടുന്ന ആട്ടിൻപറ്റങ്ങളെ പോലെ സഞ്ചരിക്കേണ്ടവരല്ല ഈ രാജ്യത്തിന്റെ ദ്രാവിഡ ജനത, ഈ രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധമുള്ളവർ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ. അവർ ആത്മാഭിമാന ബോധത്തോടെ
ഭരണഘടനയ്ക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച് അത് നൽകുന്ന ഗ്യാരണ്ടിക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സന്ദേശം രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കൽത്തുറുങ്ക് കാണിച്ച് ഭയപ്പെടുത്തുമ്പോഴും സംഘപരിവാറിന്റെ ഗുണ്ടകൾ പേർന്ന ആയുധം കാണിച്ചുകൊണ്ട് കീഴടങ്ങണമെന്ന് വീമ്പിളക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ലഭ്യമായ ജീവൻ പൂർവികരെ പോലെ ധർമ്മമാർഗത്തിലുള്ള വിനിയോഗം, രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വിനിയോഗം, തൂക്കുമരത്തിലേക്ക് അടുക്കുമ്പോഴും രാജ്യത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച ഒരുപാട് ധീരദേശാഭിമാനികളെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഗോതയിൽ പ്രവർത്തിക്കാൻ വിദേശ യൂണിവേഴ്സിറ്റിയിലും വിദ്യ നേടി രാജ്യത്തേക്ക് വന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ അവസാനം അന്ന് വൈദേശികന്റെ തടവറ പ്രാപിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് മാതാവിനൊരു കത്തെഴുതി ബീഗമുമ്മക്ക്, പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ ഉന്നത വിദ്യാഭ്യാസം നേടി പിതാവില്ലാതെ വളരേണ്ടി വരുമ്പോഴും കഴുത്തിലണിഞ്ഞിരുന്ന ചെറിയ ആഭരണം വിട്ടെന്നെ പഠിപ്പിച്ച് അവസാനം ഏതെങ്കിലും ഒരു ഉദ്യോഗം നേടി കുടുംബം പോറ്റാമെന്ന് വിചാരിക്കുന്നതിന് പകരം അതിനപ്പുറത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്റെ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് അവസാനം തടവറ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നാളുകളിലേക്ക് തൂക്കുമരമാണ് വരുന്നതെങ്കിൽ അതിന് മുന്നോടിയായി എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ പറയുന്നു, ഈ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ മാതാവിന് സേവനം ചെയ്യാത്ത മകനെന്ന് പറയല്ല ഉമ്മ എന്ന് പറഞ്ഞൊരു കത്തെഴുതുമ്പോൾ അതിന് ബീഗമുമ്മ പറഞ്ഞ മറുപടി കൊണ്ട്, പ്രിയപ്പെട്ട മോനെ, അഭിമാനമാണ് നിന്റെ കാര്യത്തിൽ. ഉമ്മക്ക് 3 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, ബ്രിട്ടീഷുകാരൻ അവസാനമായി തരുന്ന കൊലച്ചോറുണ്ട്, ഇഷ്ടപ്പെട്ട ഭക്ഷണം, അത് നീ വേണ്ടയെന്ന് പറയണം. രണ്ടാമത്, തൂക്കുമരത്തിലേക്ക് ആനയിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നീ സിന്ദാബാദ് വിളിക്കണം. മൂന്നാമത്, കയറ് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ വിശ്വാസത്തിന്റെ അവസാന വാക്യം ഉച്ചത്തിൽ ഉച്ചരിച്ച് ഈ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നീ വീരോചിതമായ രക്തസാക്ഷിത്വം മരിച്ചാൽ നാളെ സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാമോ എന്ന് എഴുതിയ മാതാക്കളെ സൃഷ്ടിച്ച ഒരു സാമൂഹ്യ സ്ഥിതിയുണ്ട്. അവർ പ്രസവിച്ച മക്കൾ ഉൾപ്പെടെയുള്ളവർ പോരാട്ടത്തിലൂടെ നിർമ്മിച്ച, രക്തസാക്ഷിത്വത്തിലൂടെ നിർമ്മിച്ച ഒരു ജനാധിപത്യ ഇന്ത്യയുണ്ട്, രാഷ്ട്രത്തിന്റെ ഭരണഘടനയുണ്ട്. അതിന്റെ മൂല്യങ്ങൾ നൽകുന്ന ആ ഉറപ്പിലും ഗ്യാരണ്ടിയിലും രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം ഒരു ജനാധിപത്യ ഇന്ത്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി സമരോത്സുകരായാൽ രാഷ്ട്രതലമുറ സന്നദ്ധമാണ്. ആ സമരകാഹളത്തോടൊപ്പം ഇന്ത്യ രാജ്യമുണ്ടാകും. ഒരു റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് അഭിമാനത്തോടെ ആഘോഷിക്കാനും ഭരണഘടനാ മൂല്യങ്ങളിൽ അഭിമാനം കൊണ്ട് ജീവിക്കാനും തലമുറയ്ക്കും കളമൊരുക്കണം. ആ ഉത്തരവാദിത്വം നമുക്ക് നെഞ്ചിലേറ്റിക്കൊണ്ട് പിരിയാം. അതിന് സാധ്യമാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ പോരാട്ടങ്ങളിൽ മതം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, അത് അവനവന്റെ ജീവിതത്തിലുണ്ടാകണം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത, മതം ഉള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ചുകൂടി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘീയ താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് രാഷ്ട്രപക്ഷത്തെ നിലയുറച്ച് രാജ്യഭരണഘടന മുഴുവൻ ഗുണഫലങ്ങളും തലമുറയ്ക്ക് കരുതലായി നൽകാൻ പ്രാപ്തി നേടണം. അതിന് നിർഭയത്വത്തിന്റെ രാഷ്ട്രീയ ചുവടുവെപ്പുകൾ സ്വാഭാവികമായി നമ്മൾ രൂപം കൊള്ളുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അത്തരമൊരു പ്രയാണത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇവിടെ മോഡി എന്ന രാജ്യത്തിന്റെ പരമാവധി ഗ്യാരണ്ടി രാജ്യത്തിന്റെ ഭരണഘടനയാണ് എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഔപചാരികമായി ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഈ ദിനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും.